Hey y'all, this is Tansiha. Welcome to DI Solutions. ഇന്നത്തെ വീഡിയോയിൽ സോഹോയിലുള്ള ഒരു അടിപൊളി ഫീച്ചറിനെ പരിചയപ്പെടുത്താം. ലൊക്കേഷൻസ്. നിങ്ങളൊരു മൾട്ടിപ്പിൾ സ്റ്റോറുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ സോഹോ ബുക്സിൽ ഇതെല്ലാം ഒരൊറ്റ ക്ലിക്കിൽ ഒന്നായിട്ട് ഇപ്പം ട്രാൻസാക്ഷൻ തൊട്ട് റിപ്പോർട്ട്സ് വരെ നമുക്കൊരു സിംഗിൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് സെറ്റിങ്സിലെ ഓർഗനൈസേഷൻ സെറ്റിങ്സിൻ്റെ അണ്ടറിൽ ലൊക്കേഷൻ എന്നുള്ളത് കാണാം. ഇവിടെയാണ് നിങ്ങളെ കമ്പനിക്ക് മൾട്ടിപ്പിൾ വെയർ ഹൗസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ച് ഓഫീസ് സ്റ്റോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ലൊക്കേഷൻ ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ലൊക്കേഷൻ ടൈപ്പ് കാണാം. ബിസിനസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ഓർഗനൈസേഷൻ്റെ വേറൊരു ബ്രാഞ്ച് ആയിട്ട് അല്ലെങ്കിൽ വേറൊരു ഓഫീസ് ആയിട്ട് അവിടെ ബില്ലിംഗ് ഉണ്ടാവും, അതേപോലെ ഇൻവോയ്സിങ് ഉണ്ടാവും, ബാക്കി അക്കൗണ്ടിങ് ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ് ലൊക്കേഷൻ ചൂസ് ചെയ്യാം. ഇനി അതല്ല, ജസ്റ്റ് ഒരു വെയർ ഹൗസ് മാത്രമാണ്, ഇൻവെൻട്രി ട്രാക്ക് ചെയ്യാൻ മാത്രമാണ്, ഈ ഒരു കമ്പനീൻ്റെ ഇൻവെൻട്രി നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം, സ്റ്റോർ ചെയ്യുന്നുണ്ടാവാം, ഷിപ്പ് ചെയ്യുന്നുണ്ടാവാം, അങ്ങനത്തെ ഇൻവെൻട്രി മാത്രം വേറൊരു പ്ലേസിൽ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വെയർ ഹൗസ് ഓൺലി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്താൽ മതി. സോ ഇവിടെ ഞാനൊരു പുതിയ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ലൊക്കേഷൻ. ലോഗോ കമ്പനി സെയിം ലോഗോ ആണോ ഡിഫറെൻ്റ് ആണോ എന്നുള്ളത് ചൂസ് ചെയ്യാം. ലൊക്കേഷൻ നെയിം എന്താണെന്നുള്ളത് കൊടുക്കുക. അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണോ ട്രാക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ച് കൊടുക്കാം. ഇപ്പം അഡ്രസ്സ് കൊടുക്കുക, വെബ്സൈറ്റ് URL, അതേപോലെ പ്രൈമറി കോൺടാക്റ്റ് ആരാ ചൂസ് ചെയ്യാം, GST നമ്പർ കൊടുക്കാം. പിന്നെ ട്രാൻസാക്ഷൻ നമ്പർ സീരീസ്, ഇപ്പം ഒരു ലൊക്കേഷന് നമ്മളൊരു വേറെ ട്രാൻസാക്ഷൻ സീരീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പം ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. പുതിയൊരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആ ട്രാൻസാക്ഷൻ സീരീസിൽ പോയിട്ട് ഈ ബ്രാഞ്ചിന് എങ്ങനെയാണോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്, അപ്പോൾ ജേർണലിന് എങ്ങനെയാണ്, കസ്റ്റമർ പേയ്മെൻറ്റിന് എങ്ങനെയാണ്, വെൻഡർ പേയ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ചെന്നൈ ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ നമ്പർ സീരീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടാവും. ഈ യൂസേഴ്സിൽ ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ആർക്കൊക്കെയാണോ ആക്സസ് വേണ്ടത് അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ ക്രിയേറ്റ് ആയി. സോഹോ ബുക്സിൽ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പം നമുക്ക് ഈ ലൊക്കേഷന് അഗെയിൻസ്റ്റ് നമ്മൾ ചെയ്യുന്ന എല്ലാ ഇൻവോയ്സ് ആയിക്കോട്ടെ, ബില്ലായിക്കോട്ടെ, ബാക്കി എക്സ്പെൻസ് ഒക്കെ ആയിക്കോട്ടെ, ഇങ്ങനെ സോഹോ ബുക്സിൽ ടാഗ് ചെയ്തിടാൻ പറ്റും. സോ റിപ്പോർട്ട്സും ഫൈനലിൽ നമുക്ക് ലൊക്കേഷൻ വൈസ് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ബ്രാഞ്ചിൽ ഞാനൊരു ഇൻവോയ്സ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ലൊക്കേഷൻ ഫീൽഡ് എന്നുള്ള ഒരു ഫീൽഡ് ഉണ്ടാവും. സോ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ലൊക്കേഷൻസും ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് ഏത് ലൊക്കേഷൻ ആണ് എന്നുള്ളത് അല്ലെങ്കിൽ ഏത് ബ്രാഞ്ച് ആണ് എന്നുള്ളത് ചൂസ് ചെയ്യാം. ഐറ്റം ചൂസ് ചെയ്യാം. കൊടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഇൻവോയ്സ്. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ HSN ഒന്ന് 6 ഡിജിറ്റ് ആക്കി അപ്ഡേറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇൻവോയ്സ് ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പെർച്ചേസിൽ ബില്ല് ആഡ് ചെയ്യുമ്പോഴും അതുപോലെ മറ്റേ എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോഴൊക്കെ ലൊക്കേഷൻ നമുക്ക് ചൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെ റിപ്പോർട്ട്സിൽ റിഫ്ലക്റ്റ് ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പം ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ കംപ്ലീറ്റ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഞാനൊരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ഫിൽട്ടർ ചെയ്തിട്ട് എനിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അഡ്വാൻസ്ഡ് ഫിൽറ്ററിൽ പോയിട്ട് ലൊക്കേഷൻ ചൂസ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൽ നിന്ന് ഏത് ലൊക്കേഷൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ ചൂസ് ചെയ്തിട്ട് റിപ്പോർട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ലൊക്കേഷൻ്റെ റിപ്പോർട്ട് മാത്രം നമുക്ക് വിസിബിൾ ആയിട്ട് വരും. സോ ഇങ്ങനെ എല്ലാ റിപ്പോർട്ട്സും ലൊക്കേഷൻ വൈസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോഹോ ബുക്സിൽ എങ്ങനെ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ലൊക്കേഷൻ എഗെയിൻസ്റ്റ് എങ്ങനെയാണ് ഇൻവോയ്സ് ചെയ്യുക, ബില്ല് ചെയ്യുക, അതെങ്ങനെ റിപ്പോർട്ട്സ് നിന്ന് ഫെച്ച് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്